ആവശ്യത്തിന് സീറ്റുണ്ടെന്ന് കഴിഞ്ഞ മാസം പറഞ്ഞ മന്ത്രി ഇപ്പോൾ പറയുന്നത് 7000-ലധികം സീറ്റ് കുറവുണ്ടെന്നാണ്. ഇങ്ങനെ മാറ്റി മാറ്റി മന്ത്രിയെ കൊണ്ട് കണക്ക് പറയിപ്പിക്കുന്നത് ആരാണ്? താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രം പരിഹരിക്കാവുന്നതാണോ മലബാറിലെ +1 സീറ്റ് ക്ഷാമം? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മളൊപ്പം അതിഥികളായി SFI നേതാവ് ഇ അഫ്സൽ, KSU നേതാവ് MJ യദുകൃഷ്ണൻ, MSF നേതാവ് അഡ്വക്കേറ്റ് സജൽ, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതാവ് KM ഷഫർ എന്നിവർ. ആദ്യം അഫ്സലിലേക്ക്. അഫ്സൽ, ഈ മന്ത്രി തന്നെ പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹം പറയുന്നു ആദ്യം സീറ്റ് ക്ഷാമമില്ലെന്ന്, പിന്നീട് 2000 സീറ്റ് കുറവുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു, ഇന്ന് പറയുന്നത് 7000 ആണെന്ന്. യഥാർത്ഥത്തിൽ ഈ കണക്കൊക്കെ മന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? മന്ത്രിക്ക് കൃത്യമായി ഒരു വിവരമില്ലേ ഈ മലബാറിലെ സീറ്റ് പ്രശ്നത്തെക്കുറിച്ച്? ഈ മലബാറിലെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെയും സീറ്റുമായി ബന്ധപ്പെട്ട് +1 അഡ്മിഷൻ്റെ പ്രക്രിയ ആരംഭിച്ച ഉടനെ തന്നെ SFIയുടെ സംസ്ഥാന ലീഡർഷിപ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടതാണ്. ആ കണ്ട സമയത്ത് SFI സംസ്ഥാന ലീഡർഷിപ്പിനോട് ബഹുമാനപ്പെട്ട മന്ത്രി, ഞാൻ ഉൾപ്പെടെയുള്ള ആളെ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും +1 അപേക്ഷിച്ചവർ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും പുറത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഞങ്ങൾ സൂചിപ്പിച്ചു ഇതെങ്ങനെ സീറ്റിൻ്റെ പ്രശ്നമുണ്ട്. മന്ത്രി പറഞ്ഞത് അത് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രക്രിയ കഴിയട്ടെ, ആ സമയത്ത് പരിശോധിക്കാം. ഇപ്പോൾ നടക്കുന്ന സമരം, SSLC റിസൾട്ട് വന്ന തൊട്ടു പിറ്റേ ദിവസം എന്നോണം നടക്കുന്ന സമരം, അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾക്ക് മന്ത്രി അന്ന് ഉറപ്പ് മന്ത്രി പാലിക്കുമെന്നാണ് ഇന്ന് തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നലെ സമരം നടത്തിയ SFI, കഴിഞ്ഞ തവണകളിലെല്ലാം ഇടപെട്ട SFI, നേരത്തെ തന്നെ മെയ് മാസത്തിൽ തന്നെ മന്ത്രിയെ കണ്ട് ഈ ആശങ്ക ബോധിപ്പിച്ച SFI ഇന്ന് സർക്കാരിനെ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം താൽക്കാലിക ബാച്ചുകൾ കൊണ്ട് ഈ ഒരു ശാശ്വത പരിഹാരമാവോ? തീർച്ചയായും ശാശ്വത പരിഹാരം എന്നുള്ള വാക്ക് നിങ്ങൾ കോട്ടയത് വെക്കുകയാണ്. ഞാൻ പറയുന്നത് അത് ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒന്ന് പറഞ്ഞു മുഴുവിപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി LDF UDF സർക്കാർ ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2015 മുതൽ 15 വരെ UDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് വലിയ പ്രതിസന്ധി +1 സീറ്റിൻ്റെ കാര്യത്തിൽ മലപ്പുറം ജില്ലയിലും മലബാറിലും നിന്നിരുന്നു. ആ സമയത്ത് അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകൾ കാണിക്കാത്ത ഉദാര സമീപനം കഴിഞ്ഞ 7 വർഷമായി താൽക്കാലിക ബാച്ചായിട്ടും ഷിഫ്റ്റഡ് ബാച്ചായിട്ടുമെല്ലാം മലപ്പുറം ജില്ലക്കും മലബാറിനും വേണ്ടി ഇടതു സർക്കാർ കാണിച്ചിട്ടുണ്ട്. ആ സമീപനത്തിലൊരു മാറ്റവുമില്ല. മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. പിന്നെ ശാശ്വത പരിഹാരത്തിൻ്റെ കാര്യം, നമുക്ക് 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ഇത് കാലാകാലത്തേക്കൊന്നും ഈ ബാച്ചുകളുടെ ആവശ്യം വരില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ തുടക്കത്തിലേ സൂചിപ്പിക്കുന്ന കാര്യം, ഈ സമരം MSFും KSUം SSLC പരീക്ഷ കഴിഞ്ഞ് തൊട്ടു പിറ്റേ ദിവസം മുതൽ സമരം ആരംഭിക്കുന്നതിൽ ചില മറ്റു ലക്ഷ്യങ്ങൾ കൂടെയുണ്ട്. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗും കോൺഗ്രസും നിയന്ത്രിക്കുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റുകളുടെ ലക്ഷ്യം ഇതിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഈ അവസരത്തിലെങ്കിലും ഞങ്ങൾ പറയാൻ നിർബന്ധരാകുകയാണ്. കാരണം എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്ക് സ്ഥിരം ബാച്ചുകൾ വേണം. അവർക്ക് തലവരി പണം വാങ്ങി അധ്യാപകരെ നിയമിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി കൂടിയുള്ള സമരമാണ് MSFും KSUവും രാഷ്ട്രീയ സർക്കാർ സ്കൂളുകളിൽ സ്ഥിരം ബാച്ചുകൾ അനുവദിച്ചാൽ പോരെ? അവർ കൊടുക്കണ്ട, അവരങ്ങനെ തലവരി വാങ്ങണ്ടെന്ന് വെക്കണം. നമുക്ക് ബാച്ചാണല്ലോ ആവശ്യം. യെസ്, അല്ല ഞാൻ പറയുന്നു, അതെ സർക്കാർ, ഞങ്ങളിന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വാർഷോ യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്കാകരുത് ബാച്ച് അനുവദിക്കുന്നത്, സർക്കാർ സ്കൂളിലായിരിക്കണം ബാച്ച് അനുവദിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SFI അത് പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന MSFകാർക്കും KSUക്കാർക്കും അങ്ങനെ ഒരു അഭിപ്രായം പറയാനില്ല. എയ്ഡഡ് മാനേജ്മെൻറ്റിന് ഇങ്ങനെ കച്ചവട ലക്ഷ്യമുണ്ടെന്ന് പറയാനുള്ള കരുത്ത് അവർക്കില്ല. അവർക്ക് താല്പര്യം വേറെയുണ്ട്. അപ്പോൾ ഇതാണ് SFI ഇതിൽ വിദ്യാർത്ഥികളുടെ കൂടെയാണ്, സർക്കാരും വിദ്യാർത്ഥികളുടെ കൂടെയാണ് എന്ന് കൂടെ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിരം ബാച്ച് അനുവദിക്കരുത് എന്ന് SFIക്ക് നിലപാടുണ്ട്. ഓക്കെ, സർക്കാർ സ്കൂളിൽ മാത്രം താൽക്കാലികമോ സ്ഥിരമോ ആയ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം തന്നെ മലപ്പുറം ജില്ല തന്നെ സ്പെസിഫിക് എടുത്താൽ മലപ്പുറം ജില്ലയിൽ ഈ എയ്ഡഡ് സർക്കാർ സ്കൂളുകളുടെ അനുപാതം എത്രയാണ്? പ്രിയപ്പെട്ട അജിംസ്, ഈ നമ്മുടെ ഇപ്പോഴുള്ള ഞാൻ കണക്ക് വായിക്കാം. കണക്കിലിപ്പോൾ നിലവിൽ 7478 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സീറ്റില്ലാതെ പുറത്തുനിന്ന് സീറ്റിൻ്റെ ക്ഷാമമുള്ളത്. അത് പരിഹരിക്കാൻ
തൽക്കാലം സർക്കാർ സ്കൂൾ താൽക്കാലിക ബാച്ച് അനുവദിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അങ്ങനെയാണ് SFI കാണുന്നത്. അതായത് ഈ മന്ത്രിയുടെ ഇന്നലത്തെ കണക്ക് 2000 ആണ്, ഇന്ന് 7000 ആണ്. ഇത് രണ്ടും SFI ഇന്നലത്തെ 2000 അംഗീകരിച്ചിരുന്നോ നിങ്ങൾ? എന്നിട്ടിപ്പോൾ 7000 എന്ന് പറയുന്ന കണക്കും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ചർച്ചയിൽ? ഞങ്ങൾ കണക്ക് നേരത്തെ മാധ്യമങ്ങളോടും ഇന്നലെ സമരം നടത്തുന്ന സമയത്തും മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർമാരോട് ഉണ്ടായിരുന്നല്ലോ, ചോദിച്ചു നോക്കൂ. SFI വളരെ കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രതീക്ഷയിലും കുറച്ചാണ് സീറ്റിൻ്റെ പ്രശ്നമാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഞങ്ങൾ നേരത്തെ ഒരു 10,000-ഓളം സീറ്റിൻ്റെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കിയത്. പക്ഷേ മറ്റു ജില്ലകളിൽ അഡ്മിഷൻ എടുത്തു പോയ കുട്ടികളുടെ കണക്ക് കൂടെ ലഭ്യമായ സമയത്ത് 7,500 മാക്സിമം 7,500 വിദ്യാർത്ഥികളുടെ സീറ്റിൻ്റെ കുറവ് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത്. കണക്കിലൊരു SFI കണക്കിലൊരു മാറ്റം ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇന്നലെ മന്ത്രി പറയുന്നു 2000 പറയുന്നു, ഇന്ന് 7000 പറയുന്നു. ഒരു സർക്കാരിന് എത്ര അപേക്ഷകരുണ്ട്, എത്ര സീറ്റ് കുറവുണ്ട് എന്നുള്ള കണക്കില്ലെങ്കിൽ ഈ മന്ത്രിക്ക് ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരുന്നത് എന്തുണ്ടാകും? അല്ല പ്രിയപ്പെട്ട അജിംസ്, ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SFIയുടെ പ്രതിനിധിയായിട്ടാണല്ലോ. അല്ല, സർക്കാരിന്റെ കണക്ക് അംഗീകരിച്ചു. അതായത് നിങ്ങൾ 10,000 ഉദ്ദേശിച്ചു, 7000 എന്ന സർക്കാരിന്റെ കണക്ക് നിങ്ങൾക്ക് സമ്മതമാണ്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ കയ്യിലില്ലാത്ത, നേരത്തെ ലഭ്യമല്ലാത്ത, ഇന്നലെ ലഭ്യമായ കണക്കുണ്ട്. അതിലാണ് ഒന്ന്, മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച 4,352 വിദ്യാർത്ഥികൾ മറ്റു ജില്ലകളിൽ പാലക്കാടും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ അഡ്മിഷൻ എടുത്ത് പോയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വായിക്കാം. മറ്റു ജില്ല അപേക്ഷ നേടിയ തൃശ്ശൂരിൽ 543 വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അപേക്ഷപ്പെട്ടവർ. പാലക്കാട് 2,370 വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. കോഴിക്കോട് 1,383 വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഈ 3 ജില്ലകൾ അപ്പുറത്തേക്ക് മറ്റു ജില്ലയിൽ അഡ്മിഷൻ നേടിയത് 56 വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ കണക്ക് ഇന്നാണ് ലഭ്യമായത്. അതിൻ്റെ കുറവ് ഞങ്ങളുടെ കണക്കിൽ വരും. ഓക്കെ, അഫ്സൽ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മലപ്പുറം ജില്ലയിലെ സീറ്റ് കുറവ് മാത്രമാണോ തൊട്ടടുത്ത ജില്ലകളിൽ സീറ്റ് നേടുമെന്ന് അഫ്സൽ പറയുന്നു? ഇതേ പ്രശ്നം കോഴിക്കോടും ഉണ്ടല്ലോ, കണ്ണൂരുണ്ടല്ലോ, കാസർഗോഡുണ്ടല്ലോ, പാലക്കാടുണ്ടല്ലോ. അങ്ങനെ ശ്രീ അജീംസ്, നിങ്ങൾ ഈ വിഷയം ഞാൻ പറഞ്ഞത് ഒന്നാണ്, നിങ്ങൾ കേട്ടതൊന്നാണ്. മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച മറ്റു ജില്ലകളിൽപ്പെട്ട ആളുകൾ അവരുടേതായ ജില്ലയിൽ തന്നെ, അല്ലെങ്കിൽ അവർ അപേക്ഷ മറ്റു ജില്ലയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കാരല്ല, മറ്റു ജില്ലയിലുള്ള വിദ്യാർത്ഥികളുടെ അപേക്ഷ അവരുടെ മാതൃജില്ലയിൽ അവരുടെ സ്വന്തം നാട്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. അതിന് സർക്കാർ ഉത്തരം പറയണോ, അല്ലെങ്കിൽ മന്ത്രി ഉത്തരം പറയണോ? ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട കണക്കിന്റെ വലിയ അന്തരമുള്ളത്, അല്ല കണക്കിന്റെ, ഒറ്റ മിനിറ്റ്, കണക്കിന്റെ അന്തരമുള്ളത് 32,000 സീറ്റിന്റെ കുറവുണ്ട് എന്ന് പറയുന്ന MSFും KSUം ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ കണക്കൊന്ന് പറയണം. ശരി, അഡ്വക്കേറ്റ് സജ്ജൻ, നിങ്ങളുടെ കണക്കും മന്ത്രിയുടെ കണക്കും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. മന്ത്രി ഇന്നലെ 2000 പറയുന്നു, ഇന്ന് 7000 പറയുന്നു. അത് കണക്കുകൾ കോർഡിനേറ്റ് വരുന്നതിന്റെ പ്രശ്നം പറയാൻ കഴിയൂ. കാരണം ഓട്ട മത്സരത്തിന്റെ അവസാന ലാപ്പിൽ ട്രാക്ക് തെറ്റിച്ച് ഓടിച്ച് അവസാനത്തെ വിജയ ട്രാക്കിലേക്ക് ഓടിക്കയറിയ SFIക്ക് ഈ +1 സമരത്തിൽ എന്ത് ധാർമ്മികതയാണ് ഇങ്ങനെ വന്നിരുന്ന് ഈ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്ത് ധാർമ്മികതയാണ് എന്നുള്ളത് MSF ചോദിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അജിംസിന് അറിയാം, മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ സമരത്തിന് ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേവലം മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ 6 ജില്ലകൾ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം അടങ്ങുന്ന ജില്ലകൾ ഈ പ്രശ്നം രൂക്ഷമാണ്. നമുക്കറിയാം എത്ര വർഷമായി ഈ +1 ബാച്ചിന്റെ വിഷയം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നു. സർക്കാർ 2023 ജനുവരിയിൽ കാർത്തികേയൻ കമ്മീഷനെ നിയോഗിച്ചു ഈ വിഷയത്തിന്റെ വളരെ തീവ്രത പഠിക്കാൻ വേണ്ടി. കാർത്തികേയൻ കമ്മീഷൻ ഫെബ്രുവരി മാസം 20-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല. എന്തേ SFI ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് SFIക്ക് വിദ്യാർത്ഥികളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അഫ്സൽ ഞങ്ങൾ ചോദിക്കുകയാണ്. അഫ്സൽ ഇന്നലെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ട് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തല്ലോ. ഒരക്ഷരം പോലും അഫ്സൽ ആ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മിണ്ടിയില്ലല്ലോ. ഇപ്പോൾ അഫ്സൽ പറയുന്നത് കണക്കുകളുടെ കളിയാണ്. നമുക്ക് കണക്ക് അവസാനിപ്പിക്കാം. ഒരു സീറ്റാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ പോലും പഠിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഭരണഘടനാപരമായ അവകാശ നിഷേധമാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന 30,000 കണക്ക് നിങ്ങൾ വിട്ടു. മന്ത്രി പറയുന്ന 7,000 ഒരു നിമിഷം. UDF സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു, അതുപോലെ ഈ 2 അംഗ സമിതിയെ നിശ്ചയിച്ചു എന്ന പ്രഖ്യാപനത്തിന് ശേഷം UDF സമരം അവസാനിപ്പിച്ചു.
നിങ്ങൾ അപ്പോൾ ഈ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിങ്ങൾ സമ്മതമാണ്, അങ്ങനെയാണോ? പ്രിയപ്പെട്ട അജിംസ്, ഇന്നലെ മന്ത്രി പറഞ്ഞതും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചൊരു കണക്കുണ്ട്. 10,312 വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് പഠിക്കാൻ സീറ്റില്ല എന്ന്. എങ്ങനെയാണ് ഇന്ന് മന്ത്രി അത് 7,000 വെട്ടിച്ചുരുക്കിയത്? അതിപ്പോ ഇന്നത്തെ ചർച്ചയിൽ SFI അടക്കമുള്ളവർ ആ കണക്കിനെ കുറിച്ച് ഒരു അക്ഷരം പോലും MSFന്റെയും KSUവിന്റെ നേതാക്കന്മാർ ചോദ്യം ചെയ്തപ്പോ SFI അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആ കണക്കിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ തയ്യാറായിട്ടില്ല. ഇനി അജിംസ് ചോദിച്ച സമിതിയിലേക്ക് വരാം. അജിംസെ, എത്ര വർഷമായി? കഴിഞ്ഞ 23-ൽ ഇവര് കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി സമിതിയെ വെച്ചു. അജിംസെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുക. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 2024 മെയ് മാസത്തിലെ 18ഓളം റിട്ട് ഹർജികളിൽ തീർപ്പാക്കിയ ഒരു ഹൈക്കോടതി വിധിയുണ്ട് ഈ +1 വാച്ചുമായി ബന്ധപ്പെട്ട്. ആ +1 വാച്ച് പ്രിയപ്പെട്ട അജിംസിന് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അജിംസ് കഴിയുമെങ്കിൽ അതൊന്ന് കാണിക്കണം. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഹയർ സെക്കൻഡറി തലത്തിലുള്ള റീജിയണൽ കമ്മിറ്റികളുടെയും സംസ്ഥാന സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റികളുടെയും റിപ്പോർട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് 15 ദിവസത്തിനുള്ളിൽ ഈ ബാച്ച് അപര്യാപ്തതയ്ക്ക് പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. 2024 മെയ് മാസത്തിലെ ഉത്തരവ്. നമ്മൾ ഇരിക്കുന്നത് ജൂൺ മാസമാണ്. ഈ സർക്കാരിന്റെ പിടിവാശിയാണ് ഈ അധിക ബാച്ച് അനുവദിക്കാത്തത്. കാരണം സർക്കാരിന് വേണമെങ്കിൽ ബാച്ച് അനുവദിക്കാം. എന്തുകൊണ്ടാണ് സർക്കാർ ബാച്ച് അനുവദിക്കാത്തത്? ഇപ്പോൾ ഇവിടെ SFI പറഞ്ഞു എയ്ഡഡ് അൺഎയ്ഡഡ് അതല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റിന് ലാഭം കൊയ്യാനാണ്. ആരാ SFI പറയുന്നത്? വിദേശ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്ത SFI CPM ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന SFI ആണ് ഇപ്പോൾ കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റുകളെ കുറിച്ചും എയ്ഡഡ് മാനേജ്മെന്റുകളുടെ ലാഭത്തെക്കുറിച്ചും പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അതൊന്നുമല്ല. മലബാറിലെ, മലപ്പുറത്തെ, കോഴിക്കോട്ടെ, വയനാട്ടെ കുട്ടികൾ, ഞങ്ങളുടെ കൊച്ചനുജത്തിമാർക്ക് പഠിക്കാൻ നാളെയുടെ വാഗ്ദാനങ്ങളായി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് താൽക്കാലിക ബാച്ച് അനുവദിക്കുക, ഇത് പ്രശ്നം പഠിക്കാൻ 2 അംഗ കമ്മിറ്റിയെ നിശ്ചയിക്കുക. ഇതോടുകൂടി നിങ്ങൾ സമരം പിൻവലിച്ചോ? ഒരിക്കലുമില്ല അജിംഷെ. ഇന്ന് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സാഹിബ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ സംസ്ഥാന നേതൃത്വവും ആശയവിനിമയം നടത്തിയിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നത്. ഈ സമരം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും തുടരുമെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സാഹിബ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് MSFന്റെ നിലപാടും. MSF അതിശക്തമായി പറയുന്നു, ഈ സമരം MSF അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഒരൊറ്റ കാര്യം കൂടി, ഈ നേരത്തെ നിശ്ചയിച്ച സമിതികളെ പോലെ ഏതെങ്കിലും സമിതികളെ വച്ച് ഈ റിപ്പോർട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് കാലതാമസം വരുത്തി ഈ കൊല്ലത്തെ അഡ്മിഷനും കഴിഞ്ഞ് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിശക്തമായ സമരം. ഞങ്ങളുടെ 12 നേതാക്കന്മാർ ഇപ്പോഴും ഈ വിഷയത്തിൽ ജയിലിൽ കിടക്കുകയാണ്, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ. ഞങ്ങൾ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു, SFI ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, അതിശക്തമായ സമരത്തിന് MSF കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നേതൃത്വം കൊടുക്കും. മാത്രമല്ല നിയമ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കുമെന്ന് MSF പറയുകയാണ്. അവിടെ അജിംസിന്റെ ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരവുണ്ട്. ശരി, ശ്രീ യദുകൃഷ്ണൻ, ഈ മന്ത്രി പറയുന്ന കണക്ക്, മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം, താൽക്കാലിക ബാച്ചുകൾ, അതും സർക്കാർ സ്കൂളുകളിൽ മാത്രം, മറ്റൊന്ന് 2 അംഗ സമിതി വീണ്ടും പഠിക്കും. നേരത്തെ ഒരു കാർത്തിക കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു, അത് കേരളത്തിലെ മുഴുവൻ സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനാണ്. ഇത് മലബാറിലേക്ക് മാത്രമായിട്ട് 2 അംഗ സമിതി. ഇതുകൊണ്ട് നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ? നിങ്ങൾക്ക് ഇത് സമ്മതമാണോ, മന്ത്രിയുടെ വാഗ്ദാനം? ഈ കണക്കുകൾ തീർത്തത് സാങ്കേതികം മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുസമൂഹത്തിന് മുമ്പിൽ നിരത്തിയ കണക്കുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ആരംഭിക്കുമ്പോൾ മുതലേ KSU അടക്കം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി കേരളത്തിലെ വിദ്യാർത്ഥികൾ 8ഉം 10ഉം A+ വാങ്ങിച്ച വിദ്യാർത്ഥികൾ ഇന്നും അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന വലിയൊരു സാഹചര്യം കേരളത്തിലുടനീളമുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയെ കേരളത്തിലില്ല എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുടെയും സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളുടെയും ITകളുടെയും VHSകളുടെയൊക്കെ കണക്ക് നിരത്തി കേരളത്തിലെ വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടിരുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 2 ആഴ്ച കാലത്തെ സമാനതകളില്ലാത്ത വിദ്യാർത്ഥികളുടെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഇന്ന് മുട്ടുമടക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരിന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് പോലും. അപ്പോൾ ആ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ അവർ പറയുകയുണ്ടായി, കേരളത്തിൽ വിദ്യാഭ്യാസ +1 സീറ്റിൽ ഗണ്യമായ കുറവുണ്ട്, ഇവിടെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യം മലപ്പുറം അടക്കമുള്ള ജില്ലകളിലുണ്ട് എന്ന് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് സമ്മതിക്കുകയുണ്ടായി.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ വിഷയത്തിൽ താൽക്കാലികമായ ഒരു പരിഹാരത്തിനപ്പുറത്തേക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് KSUയോട് ആവശ്യപ്പെടുകയുണ്ടായി. എല്ലാ കൊല്ലങ്ങളിലും ഈ 1:40 എന്ന് പറയുന്ന പോലെ ആ ക്ലാസ് ഇവിടെ നിന്ന് കൂട്ടി 50 ആക്കി 60 ആക്കി 65 ആക്കി 70 72 വരെ എത്തിച്ചതുപോലെ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ തിങ്ങി ഞെരുക്കി നിറച്ചുകൊണ്ട് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ബാച്ചുകൾ അതും സർക്കാർ മേഖലകളിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU ഉറച്ചു നിന്നു. ആ വിഷയത്തിനകത്ത് പരിഹാരം കണ്ടെത്താമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KSUവിനടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കാർത്തികേയൻ റിപ്പോർട്ടിനെ പറ്റി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അത് പൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് താൽക്കാലിക ബാച്ച് സർക്കാർ സ്കൂളുകളിൽ KSUവിന് സമ്മതമാണോ? താൽക്കാലിക ബാച്ച് അത് താൽക്കാലികമായിട്ടല്ല, അത് പെർമനന്റ് ബാച്ചായി തന്നെ ആ വിഷയം ഇപ്പോൾ എല്ലാ വർഷങ്ങളിലും ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോഴും ഈ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇത്തരം വിഷയങ്ങളിൽ നാട്ടിൽ നിലനിൽക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ചർച്ചയ്ക്ക് പോലും ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകാതിരുന്നപ്പോൾ വളരെ ശക്തമായ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് തെരുവിലിറങ്ങിപ്പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിക്കുകയല്ല, അദ്ദേഹത്തിന് വണ്ടിയിൽ കരിങ്കൊടി കെട്ടിക്കൊണ്ട് തന്നെ വളരെ ശക്തമായ പ്രതിഷേധം KSU രേഖപ്പെടുത്തിയപ്പോഴാണ് ഇവരെ പെർമനന്റ് സൊല്യൂഷനായിട്ട് മുമ്പോട്ട് വരുന്നത്. ഇവർ പറയുന്നത് ഒരു വിദ്യാർത്ഥി പോലും ഇപ്പോൾ ഈ 2 അംഗ കമ്മീഷനെ വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മാത്രം പഠിക്കാമെന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രശ്നം അവരുടെ നിലനിൽക്കുന്നു. അത് കോഴിക്കോടും വയനാടും പാലക്കാട് അടക്കമുള്ള ജില്ലകളിലേക്ക് ഈ സീറ്റിന്റെ പ്രശ്നം നിലനിൽക്കുകയാണ്. ഒരു വിദ്യാർത്ഥി പോലും സീറ്റ് ലഭിക്കാതെ ഇരിക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമുക്ക് നൽകിയിട്ടുള്ളത്. അത് പെർമനന്റ് ആയിട്ട് ബാച്ചുകൾ അനുവദിക്കുമെന്നാണ് 2 അംഗ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇപ്പം തേർഡ് അലോട്ട്മെന്റ് കൂടെ കഴിഞ്ഞ ശേഷം സപ്ലിമെന്ററിക്ക് മുമ്പ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പുതുതായി ബാച്ചുകൾ അനുവദിക്കേണ്ടത് എന്ന് പഠനം നടത്തി അവിടെ പെർമനന്റായി ബാച്ച് അനുവദിക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് കൂടിയിട്ടുള്ള ഒരു സൂചനയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വാക്കിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ താൽക്കാലികമായി ഈ ജൂലൈ 5 എന്ന് പറയുന്ന ഒരു മാർജിനിൽ ജൂലൈ 5 എന്ന് പറയുന്ന ഒരു ദിവസം വരെ കാത്തിരിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നത്. ഇത് കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞ കണക്ക് ഇന്ന് മാറുന്ന പോലെ നാളുകളിലും ഈ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാടായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിന് കേരളത്തിന്റെ തെരുവ് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വരും. ശരി, ശ്രീ KM ഷഫ്രീൻ, ഈ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നിരവധി ചാനൽ ചർച്ചകളിൽ നിങ്ങളൊക്കെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന കണക്ക്, ആ കണക്കൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, മന്ത്രി പറയുന്നത് 7000 ഉള്ളൂ. അത് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞ കണക്കിനേക്കാൾ എത്ര കുറവാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തെ വലിയ ഊതിപ്പെരുപ്പിച്ച് നിങ്ങൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? യഥാർത്ഥ കണക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടല്ലേ ഈ ഒരു ആവശ്യം നേടിയെടുക്കേണ്ടത് പോലും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ള ഈ 2 അംഗ കമ്മിറ്റി അതുപോലെ താൽക്കാലിക ബാച്ചുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് സമ്മതമാണോ? ഇതിൽ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാമല്ലേ? കേൾക്കാം ഷഫ്രീൻ പറയും. ഇന്നത്തെ സമരവുമായി ഓക്കെ മലബാർ വിദ്യാഭ്യാസ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച, അതിനെ തുടർന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ചയെ തുടർന്ന് വന്നിട്ടുള്ള ആകെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മലബാറിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല എന്ന് നിരന്തരമായി കള്ളം ആവർത്തിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പും അത് തിരുത്തി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു എന്നത് മാത്രമാണ് ഈ സമരത്തിൻ്റെ ഒരു വിജയം എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. അതിന് സർക്കാർ സമർപ്പിക്കുന്ന പരിഹാരങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒന്നല്ല. ഇപ്പം നേരത്തെ തന്നെ മീഡിയ വണ്ണ് പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേടാണ് ഇതുപോലത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ചുമന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ഗതികേട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ സാമൂഹിക അനീതി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ ആദ്യം മുതൽ സ്വീകരിച്ചത്. അത് ശക്തമായ പ്രക്ഷോഭങ്ങളായി കൃത്യമായ ചോദ്യങ്ങളായപ്പോൾ ഈ കള്ളന്മാരെ പോലീസുകാർ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ കട്ടിട്ടില്ല എന്ന് പറയും, വീണ്ടും 2 പിന്നെ കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾ കുറച്ച് കെട്ടു എന്ന് പറയും, വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് പുറത്തു വരാം. ഞാൻ മനസ്സിലാക്കുന്നു മന്ത്രിക്ക് 2 ദിവസം കൂടി മന്ത്രിയെ കൈകാര്യം ചെയ്താൽ മന്ത്രി അടുത്ത കണക്ക് കൂടി പുറത്തുവിടും. ഇങ്ങനെ ഓരോ ദിവസം പിന്നെ അദ്ദേഹത്തിൻ്റെ കണക്കിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെയും പൊതുസമൂഹങ്ങളെയും കള്ളക്കണക്കുകൾ പറഞ്ഞ് വഞ്ചിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഒരു ശേഷിയുമില്ലാത്തൊരു മന്ത്രി. ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന കണക്ക് നോക്കി വായിക്കാൻ പോലും കഴിയാത്ത സ്വഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൊക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ഈ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഊതിപ്പെരിപ്പിച്ച കണക്കല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് ആ കണക്ക് പരിശോധിക്കാം, സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിലുണ്ട്, ആ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള മലപ്പുറം ജില്ലയിലെ കണക്ക്, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള മലപ്പുറം ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. മലപ്പുറം ജില്ലയിൽ 82,000, ഇപ്പോൾ അഫ്സൽ നേരത്തെ പറഞ്ഞല്ലോ,
ഇവിടെ പിന്നെ ഈ കണക്ക് എന്ന അഫ്സലും സർക്കാരും ഒരേ കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ SFI അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്കറിയാം. മലബാർ ജില്ലകളിൽ ക്യാമ്പസുകളിൽ കഴിഞ്ഞ ക്യാമ്പസ് തെരഞ്ഞെടുപ്പിൽ SFI തോറ്റമ്പി. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIക്ക് യൂണിയൻ നഷ്ടപ്പെട്ടു. അതിനൊരു കാരണം അവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളോട് സത്യസന്ധപരമായ നിലപാട്, ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ സർക്കാരിൻ്റെ വാലാട്ടികളെ AKG സെൻറ്ററിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നാണംകെട്ട നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് വിദ്യാർത്ഥി മനസ്സിൽ നിന്ന് SFI പുറത്താവുന്നത്. ഇനിയെങ്കിലും SFI ഈ സർക്കാരിൻ്റെ പിന്നെ ഏജന്റുമാരാകുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാഗ്ദാന നിലപാട് തിരുത്തിയില്ലെങ്കിൽ കാലത്തിൻ്റെ ചവിറ്റുകൊട്ടലായിരിക്കും SFIയുടെ സ്ഥാനമെന്നാണ് അഫ്സലോട് പറയുന്നത്. ഞാൻ ഈ കണക്കിലേക്ക് വരാം. മലപ്പുറം ജില്ലയിൽ 82,446 കുട്ടികളാണ് പിന്നെ അപ്ലൈ ചെയ്തത്. അതിൽ ഇന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് 50,400 കുട്ടികളാണ് ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകളിൽ പിന്നെ അഡ്മിഷൻ എടുത്തു എന്ന് പറയുന്നത്. ഇനി 44 സീറ്റുകൾ മാത്രമാണ് ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകൾ അവിടെ ബാക്കിയുള്ളത്. ഇന്ന് മന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കണക്കാണ്. അദ്ദേഹം പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ടയിൽ 4,200ഓളം കുട്ടികൾ കൂടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ജില്ലക്ക് പുറത്ത് ഇന്ന് പുതുതായി പുറത്തുനിന്നൊരു കണക്കാണ്, നേരത്തെ പറഞ്ഞു, ജില്ലക്ക് പുറത്ത് ഒരു 4,300 പിന്നെ കുട്ടികൾ കൂടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടാത്ത ഒരു 7,000-ഓളം കുട്ടികളെ കുറിച്ചിട്ടാണ്. ഇത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടാത്തത് അവർക്ക് സീറ്റ് വേണ്ടാഞ്ഞിട്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ സയൻസിന് പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സ് കിട്ടിയാൽ ആ കുട്ടി ചിലപ്പോൾ ഡോക്ടറാവാൻ സ്വപ്നം കണ്ടതായിരിക്കും. കൊമേഴ്സ് എടുത്ത് ഡോക്ടറാവാൻ കഴിയില്ല. അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേലെ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ല മാർക്കുണ്ടായിട്ടും അശാസ്ത്രീയമായ ഏകജാലക സംവിധാനങ്ങൾ വഴി അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ആഗ്രഹിച്ച കോഴ്സ് കിട്ടുന്നില്ല. ആ കുട്ടികൾ അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് അവിടെ സീറ്റ് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. ഇത് സർക്കാർ മനസ്സിലാക്കണം. ആ 7,000-ഓളം കുട്ടികൾ അവിടെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അവർ പിന്നെ അഡ്മിഷൻ വേണ്ട എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കുട്ടികൾ അവിടെ നിൽക്കുന്നു. ഇനി ബാക്കി ഇതൊക്കെ കുറച്ച് നോക്കിയാലും ഈ 82,000 നമുക്ക് കാണാൻ കഴിയും 23,000-ഓളം കുട്ടികൾ പിന്നെ ഇപ്പോഴും സീറ്റില്ല എന്നുള്ളത്. ഈ കണക്ക് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. ഞാൻ വായിച്ച കണക്കുകൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഒരു കണക്കിന് വേണ്ടി വാദത്തിന് വേണ്ടി ഒഴിവാക്കിയാൽ എന്നാലും 15,000 ഞാൻ വായിച്ചല്ലോ വേണമെങ്കിൽ ഇനി പറയാം, എൻ്റെ കയ്യിൽ കണക്കുണ്ട്. എന്നാലും 15,000-ഓളം കുട്ടികൾക്ക് സീറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മന്ത്രി പറയുന്നത് നേർപകുതിയാക്കിയാണ്. അതെ, തീർച്ചയായിട്ടും മന്ത്രി ഇന്നലെ 2,000 പറഞ്ഞ് ഇന്ന് 5,000 ആയത്. നാളെ ഒന്നുകൂടി ഒന്ന് 5 പിടിച്ചാൽ അത് 15,000-ലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ കോമഡിയാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഈ പറയുന്ന പോലെ സർക്കാരിൻ്റെ സമീപനം സത്യസന്ധപരമല്ല അല്ലെങ്കിൽ ആത്മാർത്ഥമല്ല എന്നുള്ളതാണ് ഈ പറയുന്ന കണക്കുകളിലുള്ള ഒളിച്ചുകളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങളെക്കുറിച്ചിട്ടും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം വീണ്ടും ഒരു 2-അംഗ സമിതി വെക്കുകയാണ്. ഇവിടെ കാർത്തിക കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു സമിതി വെക്കുകയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സർക്കാർ, കാരണം ഇവിടെ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മാത്രം 23,000-ഓളം കുട്ടികൾ. ശരി, ഞാൻ ഷഫറിലേക്ക് വരാം. ശ്രീ അഫ്സൽ, ഇവിടെ ഒരു സർക്കാരിൻ്റെ കയ്യിൽ മൊത്തം എത്ര സീറ്റ് ഉണ്ട് +1-ന് എന്നാ കണക്കില്ല. ഒരു നിമിഷം, ഞാൻ ഷഫറിൻ വരാം. അഫ്സൽ, ഒരു കണക്കില്ല. അതായത് മന്ത്രി തന്നെ 2,000 പ്രശ്നമില്ലാന്ന് ആദ്യം പറഞ്ഞു, പിന്നെ 2,000 എന്ന് പറയുന്നു, ഇപ്പോൾ 7,000 എന്ന് പറയുന്നു. സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ തന്നെയുള്ള കണക്ക് പ്രകാരം 14,000 അപ്പോൾ ഇങ്ങനെ ഒരു കണക്കില്ലാത്തതാണോ? അതല്ല, അങ്ങനെ കണക്ക് പറയണ്ട, ഇല്ലാത്ത കണക്ക് പറഞ്ഞാൽ മതി എന്ന് സർക്കാർ തീരുമാനിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു സർക്കാരിന് അറിഞ്ഞുകൂടെ എത്ര എയ്ഡഡ് സർക്കാർ സീറ്റുകൾ +1 ഉണ്ട് എന്ന്? ആ കണക്കില്ലാത്തതുകൊണ്ടാണോ അഫ്സൽ ഇത് പറയാത്തത്? ഞാൻ ആ മറുപടിക്ക് വരാതിന് മുമ്പ് കുറച്ച് കാര്യോട് പറഞ്ഞു പോലെ മറുപടി ആദ്യം കൊടുക്കട്ടെ. ഇവിടെ SFI അവസാന ലാപ്പിൽ സമരത്തിലേക്ക് വന്നു പറഞ്ഞു. SFI അലോട്ട്മെൻറ്റ് പ്രക്രിയ ആരംഭിച്ച +1 ഏകജാലക പ്രവേശന നടപടിക്രമം ആരംഭിച്ച് തൊട്ട് പിറ്റേ ദിവസം പോയി മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തതാണ്. MSFകാരെയും KSകാരും പോലെ ഞങ്ങൾ SLC റിസൾട്ട് ഒന്നും പിറ്റേ ദിവസം സമരത്തിലേക്ക് ഇറങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് ഇതിൽ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇടതുപക്ഷ സർക്കാരിന് സമരം ഉണ്ടാവില്ല. കാരണം അബ്ദുൾ റബ്ബ് മന്ത്രിയായിരുന്ന കാലത്തെ പോലെ പാഠപുസ്തകം കിട്ടാത്ത വിഷയം ഇവിടെ ഇല്ല, യൂണിഫോം അഴിമതി ഇല്ല. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം അഫ്സലിന്റെ പാർട്ടി SFI മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തിരുന്നു. അഫ്സൽ, അവരൊന്ന് ഉഷാറാവട്ടെ എന്ന് പറയാം. അഫ്സലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ടില്ല. ആര് പറഞ്ഞപ്പോൾ ഞാൻ ഷെഫറിനോട് കണക്ക് പറയാൻ മാത്രമേ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ ഇടപെടരുത്. ഇവിടെ MSFൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർക്ക് എന്തൊരു ആവേശവും എന്തൊരു വിദ്യാർത്ഥി സ്നേഹമാണ്. MSF രൂപം കൊണ്ടൊരു 19 വർഷമായല്ലേ.
അല്ലെങ്കിൽ KSU മറ്റേ വിമോചന സംഘടനയല്ലേ? 2012 MSFും KSUം ഈ രാജ്യത്തുണ്ടായിരുന്നില്ലേ? 2012 PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് UDF മിനിസ്റ്ററുടെ കാലത്ത് ആകെ അപേക്ഷകർ 72,632, അഡ്മിഷൻ നേടിയത് 58,636, പുറത്താക്കപ്പെട്ടത് 13,996. 2010 കണക്ക് ഞാൻ മൊത്തം വായിക്കുന്നില്ല. 2013 പുറത്താക്കപ്പെട്ടത് 19,165, 2014 പുറത്താക്കപ്പെട്ടത് 16,352, 2015 പുറത്താക്കപ്പെട്ടത് 22,305. ഈ സമയത്തൊക്കെ MSFിൻ്റെയും KSUവിൻ്റെയും ഫ്രട്ടേണിറ്റിയുടെയും വിദ്യാർത്ഥി സ്നേഹം എവിടെയായിരുന്നു? മറുപടി പറയണം ചാനൽ ചർച്ചയിൽ. മറുപടി പറയാൻ പോകരുത്. നിങ്ങൾ ചോദിക്കണം അജിംസ്, എവിടെയായിരുന്നു വിദ്യാർത്ഥി സ്നേഹം? അപ്പോൾ ഇടതു സർക്കാർ ഇവിടെ ഇടതു സർക്കാർ ഗ്യാരണ്ടി ചെയ്യുകയാണ്. മന്ത്രി ഗ്യാരണ്ടി ചെയ്യുന്നു, ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിയും പുറത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല ഉള്ളത്. അതാണ് ഇടതുപക്ഷവും UDFും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നിങ്ങളുടെ ചർച്ചയിൽ മന്ത്രി സംബന്ധിച്ച ഒരു കാര്യം കൂടിയുണ്ട്. അതായത് +1 പ്രവേശനം പൂർത്തിയായ ശേഷം മാത്രം സ്കോൾ കേരള അഡ്മിഷൻ തുടങ്ങിയാൽ മതി എന്നാണ് ഒരു തീരുമാനം. കേൾക്കൂ. അതായത് കുട്ടികൾ 25,000 ഒക്കെ പുറത്തായാലും സർക്കാരിന് പ്രശ്നമില്ല. സ്കോൾ കേരള എന്നൊരു സംവിധാനമുണ്ട്. അവിടെ താൽക്കാലികമായിട്ട് കുട്ടികൾ ഓപ്പൺ ആയിട്ട് പഠിച്ചോളൂ. എന്തായാലും സർക്കാരിന് ലാഭമാണ്. അവിടെ ബാച്ചും വർദ്ധിപ്പിക്കേണ്ട, കുട്ടികളെ സ്കോൾ കേരളയിൽ പഠിപ്പിക്കാൻ കുട്ടികളും ഉണ്ടാവും. അങ്ങനെയല്ല ഷിയാജിസ്, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് കഴിഞ്ഞ ഈ സ്കോൾ കേരള കാര്യം പറഞ്ഞല്ലോ, സ്കോൾ കേരളയിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലക്കാരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്കോൾ കേരളയുടെ ആസ്ഥാനം മലപ്പുറത്തേക്കാക്കണം എന്നൊരു ചർച്ച നടന്ന കാലമാണ് UDF മിനിസ്റ്ററുടെ കാലം. ആ കാലത്ത് മരിച്ചു കിടക്കരുത്. പിന്നെ അണേരുടെ സ്കോൾ കേരളയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻറോൾ ചെയ്യുന്നത് മലബാർ ജില്ലകളിൽ നിന്നാണ്. അവിടെ തന്നെ മലപ്പുറത്ത്. അതിന്റെ പ്രശ്നം ഇതാണ്, +2 സീറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സ്കോൾ കേരളയിൽ കുട്ടികൾ ആശ്രയിക്കേണ്ടി വരുന്നത്. അഫ്സൽ, ശ്രീ അജിംസ്, ഞാൻ ചർച്ച മാത്രം ഇടപെടല്ലേ. ഞാനൊന്നും പറഞ്ഞു, ഞാനൊന്ന് നിർത്തട്ടെ. ഓക്കെ, നിങ്ങൾ ചോദിച്ചോ. ഞാൻ ഇവിടെ അണേഡ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. അണേഡ് സ്കൂള് UDF സർക്കാരിൻ്റെ കാലത്താണ് 85% അണേഡ് ബാച്ചുകൾ അനുവദിച്ചത്. ആ അനുവദിച്ച സമയത്ത് ഹലാലായിരുന്നു. ഇന്ന് മുസ്ലിം ലീഗിനും MSFനും അണേഡ് ഹറാമാണ്. അന്നും ഇന്നും അണേഡ് മേഖലയല്ല വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നിലപാടാണ് SFIക്കുള്ളത്. നിലപാട് മാറിയത് MSFനും ഈ പറയുന്ന KSU ഉൾപ്പെടെ സംഘടനക്കാണ്. പിന്നെ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞ എണ്ണത്തിൻ്റെ കാര്യത്തിലേ ശങ്കയുള്ളൂ. ഇവിടെ 32,000 ലീഗും MSFും KSUവും പറഞ്ഞിടതയിൽ നിന്ന് 10,000-ലേക്ക് MSF ഇപ്പോൾ എത്തി. നാളെ എത്തുമ്പോൾ 10,000 താഴെ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കണക്കിലേക്ക് MSFും KSU എത്തും. അപ്പോൾ എങ്ങനെ 20,000 സീറ്റിൻ്റെ ഈ കണക്കിൻ്റെ സാങ്കേതികതയല്ല പ്രശ്നം എന്നാണ് KSUവിൻ്റെ നേതാവ് പറഞ്ഞത്. പ്രശ്നമാണ് 400 ബാച്ചിൻ്റെ മാറ്റം ഉണ്ടാവുക. നിങ്ങൾ പറഞ്ഞ കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ 400 ബാച്ചിൻ്റെ മാറ്റം ഉണ്ടാകും. ഈ കണക്ക് നിങ്ങൾ പറയുന്ന പ്രശ്നമില്ലാണോ KSUവിൻ്റെ നേതാവ് ഇവിടെ പറഞ്ഞു പോകുന്നത്? പിന്നെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടെ ഫ്രട്ടേണിറ്റി നേതാവ്, ഫ്രട്ടേണിറ്റിക്കാർക്ക് എന്തും പറയാലോ. ഫ്രട്ടേണിറ്റിക്കാർ ഇസ്ലാമിക വിപ്ലവം വരാനും ഇസ്ലാമിക രാജ്യം വരാനും ഹുക്കുമത്ത് ഇലാഹിക്കും വേണ്ടി കാത്തുക്കുന്ന വിഭാഗമല്ലേ. അവർക്കെന്തും പറയാം, എന്തും കിനാവ് കാണാം. AK സെന്ററിനെ കുറിച്ച് പറയുന്നവരൊക്കെ നിങ്ങൾക്ക് ഇന്ന് ചർച്ചയിൽ ഫ്രട്ടേണിറ്റി എവിടെയായിരുന്നു? വിദ്യാസംഘം നമ്മൾ ചർച്ചയിൽ നിങ്ങൾ ഫ്രട്ടേണിറ്റി എവിടെയായിരുന്നു? നിങ്ങൾ വന്നിരുന്നോ? നിങ്ങൾ ആ പരിസരത്ത് നിങ്ങൾ ആ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നോ? ഇവിടെ മറ്റൊന്ന് പോലീസിൻ്റെ കാര്യം, പോലീസും കള്ളൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ പോലീസിൻ്റെ പണിയും കള്ളൻ്റെ പണിയൊന്നും പ്രിയപ്പെട്ട ഫ്രട്ടേണിറ്റി നേതാവേ ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല കള്ളനായോ പോലീസായോ നിങ്ങളൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് അടി കൊടുക്കുന്ന കഥയും കാര്യമൊക്കെ അറിയണ്ടാവുള്ളൂ. പിന്നെ സർക്കാരിൻ്റെ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ കിടക്കുന്നത് ഇപ്പോൾ കിടക്കുന്ന ഫ്രട്ടേണിറ്റി അല്ലേ? SFIക്ക് അറിയാം SFI സംഘടന എങ്ങനെ പോകുന്നുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലാകാലം SFI ജയിച്ച യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. 4 ടേം മുമ്പാണ് SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിടിച്ചെടുത്തത്. അതിനു മുമ്പ് UDFിൻ്റെ കയ്യിലായിരുന്നു. UDF മിനിസ്റ്ററുടെയും സിൻഡിക്കേറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ കിടന്നാണ് ഫ്രട്ടേണിറ്റി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റുകാരൻ ഒന്ന് ആലോചിക്കുന്നതല്ലാണ്. ഇവിടെ ഇപ്പോഴും പറഞ്ഞ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. നാളെ നമ്മുടെ ഒരു ചർച്ച വെക്കുകയാണ്. MBBS അഡ്മിഷന് ഒരു കുട്ടി അഡ്മിഷൻ ആഗ്രഹിച്ചു. ആ കുട്ടിക്ക് നീറ്റ് എക്സാമിൽ റാങ്ക് കുറഞ്ഞു പോയി. ആ കുട്ടിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയില്ല. നിങ്ങൾ നാളെ ചർച്ച വെക്കുവോ? കുട്ടികൾ കൊടുക്കുന്ന ഓപ്ഷനിലാണ് പ്രിയപ്പെട്ട ഫ്രട്ടേണിറ്റി നേതാവെ അഡ്മിഷൻ ലഭിക്കുന്നത്.
ഒരു കുട്ടിയും കൊടുക്കാത്ത ഓപ്ഷനിൽ നീ ഓപ്ഷനിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഗവൺമെന്റും കൊടുക്കുന്നില്ല. കുട്ടികൾ കൊടുക്കുന്ന 1, 50, 20, 30 ആയ ചോയ്സുകൾ, ആ ചോയ്സിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഒന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് 3000 വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ ചേരാതെ പോയത്. അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ ലിഫ്റ്റ് ചെയ്ത് വരുമായിരുന്നു. തേർഡ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒന്നാം ഓപ്ഷനിലേക്ക് എത്താമായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന MBBS നാളെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് MBBS കിട്ടിയില്ലെങ്കിൽ, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നാളെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റുകാർ കൊടി പിടിച്ചിറങ്ങുമോ എന്നറിയാൻ താല്പര്യമുണ്ട്. അഡ്വക്കേറ്റ് സജൽ, ഈ അഫ്സലോട് ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നിങ്ങൾക്ക് കണക്കങ്ങ് പറയാം 30,000-ഓ 40,000-ഓ പറയാം. പക്ഷേ 40,000 പറയുമ്പോൾ എത്ര ബാച്ചാണ്, അതിനുവേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതിനുവേണ്ടി വരുന്ന അധ്യാപക നിയമനം എത്രയാണ്, അതൊക്കെ സർക്കാരിന് നോക്കണം. നിങ്ങൾക്ക് വെറുതെ 30,000 കുറവുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ മതി. സർക്കാർ അത് കൃത്യമായ കണക്കെടുത്ത് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അഫ്സൽ വിശദീകരിക്കുന്നത്. ശ്രീ അജീം, UDF സർക്കാരിന്റെ കാര്യം കൂടെ ചോദിക്കണം. ആ കാലത്തെ MSF വഴി ചോദിക്കണം പ്ലീസ്. അതിനു മുമ്പ് കുറച്ച് അല്ല സജൽ പറയൂ. സജൽ, ഞാൻ അതിലേക്ക് വരാം അജിം സേ. അതിനു മുമ്പ് അഫ്സൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അഫ്സൽ പറഞ്ഞു MSFകാരും മുസ്ലിം ലീഗുകാരൊക്കെ UDF ഭരിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന്. മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് ഫുൾ A+ നേടുക എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നു. പേര് സഖാവ് VS അച്യുതാനന്ദൻ എന്നാണ്. ആ സഖാവ് VS അച്യുതാനന്ദൻ നേതൃത്വം മന്ത്രിസഭ LDF മന്ത്രിസഭയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാ മലബാറിലേക്ക് കൊണ്ടുപോകുന്നു, മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു പതിവ് ശൈലി, ഇടതുപക്ഷത്തിന്റെ അതേ ശൈലി തന്നെ SFIയും അഫ്സലും ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുക. അജിം ഷാ, ഇതിനകത്ത് വളരെ നിഗൂഢമായ ഒരു ലക്ഷ്യം കടന്നുകൂടിയിട്ടുണ്ട്. അഫ്സലിന്റെ സംസാരത്തിൽ പലപ്പോഴായി ശ്രദ്ധ വരുന്നു മലപ്പുറം. ഇത് കേവലം മലപ്പുറത്തിന്റെ വിഷയം മാത്രമല്ല, ആ വിഷയം മാത്രമാക്കി മാറ്റാൻ അഫ്സൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, 7 വർഷമായി കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് പറഞ്ഞത് MSF അല്ല, മന്ത്രി ശിവൻകുട്ടിയ. അവർ കുറെ നാളായി ചർച്ച ചെയ്യാതെ കോൾഡ് സ്റ്റോറേജിലാണ്, അവരൊന്ന് ഉഷാറാവട്ടെ എന്ന അഫ്സല ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറത്തെ കളക്ടറേറ്റ് മാർച്ചിനെ കുറിച്ചാണ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത്. ഇനി അജിംസ് ചോദിച്ചതിലേക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. അജിംസ്, ഈ കണക്ക് കേരളത്തിന്റെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നലെ പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ഓരോ ജില്ലയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടേത്, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ കണക്ക്, മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ കണക്ക്. എൻ്റെ മന്ത്രിയുടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കാണ് 11,000 മലപ്പുറം ജില്ലയിൽ എന്ന് ഇന്നലെ പറയുന്നത്. ഇന്ന് മന്ത്രി 7,000 എന്ന് നീട്ടി പറയുന്നു. ഈ മന്ത്രി സ്വയം ഭരിക്കുന്ന സ്വന്തം വകുപ്പിനെ പോലും തന്നെ നിയന്ത്രിക്കാനാവാത്ത ഒരു വകുപ്പ് മന്ത്രി സ്വന്തം വകുപ്പ് ഒരു കണക്ക് പറയുന്നു, ഇന്ന് ചർച്ചയിൽ മന്ത്രി മറ്റൊരു കണക്ക് പറയുന്നു, പത്രസമ്മേളനത്തിൽ വേറൊരു കണക്ക് പറയുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അധപ്പതിച്ചപ്പോൾ അതിന് UDFനെയോ വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറ്റം പറഞ്ഞത് എന്താണ് അജിംസെ കാര്യം? അഫ്സൽ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി ഈ വിഷയത്തെ മലപ്പുറത്തിന്റെ വിഷയം മാത്രമായി കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അഫ്സൽ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെ. അഫ്സൽ 7 വർഷമായി വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെടാത്ത സംഘടനകളെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തള്ളിക്കളയും. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, കേന്ദ്ര സർക്കാരിന്റെ അഗ്നിവീർ പദ്ധതിയെ പോലെ, കേന്ദ്ര സർക്കാരിന്റെ കർഷക സമരത്തെ പോലെ ഒരുപക്ഷെ കേരളത്തിന്റെ സർക്കാരിന്റെ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന ഒരു സമരമായിരുന്നു ഇന്ന് MSFും മറ്റു പ്രതിപക്ഷ സംഘടനകളും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഈ സമരം. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ പോലും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ ലൈവായിട്ട് പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ താൽക്കാലിക ബാച്ച് കൊണ്ടല്ല ഇതിന് പരിഹാരം. സ്ഥിരമായ അധിക ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ എല്ലാ മാസവും ജൂൺ മാസമാവുമ്പോൾ കേരളത്തിലെ താൽക്കാലിക ബാച്ച് പോലും സർക്കാർ സ്കൂളുകളിലെ കൊടുക്കൂ എന്നാണ് മന്ത്രിയുടെ നിലപാട്. ഈ സ്ഥിര ബാച്ചുകളും സർക്കാർ സ്കൂളുകളിൽ മാത്രമേ പറ്റൂ എന്ന് സർക്കാർ വാശി പിടിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അജിംസെ, ഈ സർക്കാർ തന്നെയല്ലേ ഈ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കും എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും എല്ലാം അംഗീകാരം കൊടുത്തിട്ടുള്ളത്, അഫിലിയേഷൻ നൽകിയിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈ സർക്കാരിനുണ്ട്. സർക്കാർ മേഖലയിലാണെങ്കിൽ പോലും മറ്റു മാനേജ്മെന്റ് മേഖലയിലാണെങ്കിൽ പോലും പഠനത്തിനുള്ള 21 ആർട്ടിക്കിൾ 21 പറയുന്നത് പോലെ പഠനാവകാശം, വിദ്യാഭ്യാസ അവകാശം പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നൽകാനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഒരു സംസ്ഥാനം ഭരിക്കുന്ന കേരളത്തിലെ സംസ്ഥാന സർക്കാരിനുണ്ട്.
അതെന്തേ സംസ്ഥാന സർക്കാർ മറന്നുപോകുന്നത്? SFI എന്തേ മറന്നുപോകുന്നത്? SFIയിലുള്ള വിദ്യാർത്ഥി സംഘടന ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനിയെങ്കിലും സംസാരിക്കുക അഫ്സലെ. എങ്കിൽ വിദ്യാർത്ഥികൾ കൂടെ ഉണ്ടാകും. അതല്ലാതെ വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തിട്ട്, മറ്റ് വിദേശ കോഴ്സുകളെ സ്വാഗതം ചെയ്തിട്ട്, IT കോഴ്സുകളെ സ്വാഗതം ചെയ്തിട്ട് കേരളത്തിലെ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സീറ്റ് വർഷം പറയുമ്പോൾ ഇത്തരത്തിലുള്ള വരട്ടുവാദവുമായി വരുന്നത് അഫ്സലെ, ഇതൊന്നും ശരിയല്ല. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൽ നിന്ന് മാറാൻ SFI തയ്യാറാവേണ്ടതുണ്ട്. ശരി, ശ്രീ യദുകൃഷ്ണൻ, ഇതൊരു മലപ്പുറം വിഷയമായിട്ടാണ് പൊതുവെ അറിയപ്പെടുക. മലബാറിലെ സീറ്റ് പ്രതിസന്ധിയെ കുറിച്ചുള്ള ചർച്ച ഒരു മലപ്പുറം വിഷയമായിട്ട് മാറുകയാണ് പലപ്പോഴും. മലപ്പുറത്തെ പ്രശ്നം. പക്ഷേ പ്രശ്നം അവിടെ മാത്രമല്ലല്ലോ, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം ഉണ്ട്, ഈവൻ തൃശ്ശൂർ പോലും ഉണ്ട്. അപ്പോൾ ഇതിനെ മലപ്പുറത്തേക്ക് ചുരുക്കുന്നത്, മലപ്പുറത്താണ് ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ളതെങ്കിൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാൻ ഇടവരില്ലേ? പകരം ഈ മലബാർ മേഖല നേരിടുന്ന പ്രശ്നം അങ്ങനെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും സമരം ചെയ്യുകയല്ലേ വേണ്ടത്? അതെ, ഇത് കേവലം മലപ്പുറത്തെ വിഷയം മാത്രമായി ചുരുക്കി കാണുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും ഇടതുപക്ഷ സർക്കാരുമാണ്. ഇവിടെ MSFന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇവിടെ മലപ്പുറത്ത് മാത്രമാണ് ഈ വിഷയമുള്ളതെന്നും മലപ്പുറത്ത് എന്തൊക്കെയോ അധികമായി വേണമെന്നും കാലാകാലങ്ങളിലെല്ലാം മലപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെന്നും ഒരു മലപ്പുറം രാഷ്ട്രീയം ഇവിടെ പറഞ്ഞു വെക്കുവാൻ വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയം ശ്രമിക്കുകയാണ്. ഇവിടെ ഇന്ന് മലപ്പുറം ജില്ലയിലെ മാത്രം കണക്കുകളാണ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റ് വേക്കൻസികളുണ്ട്, മലപ്പുറം ജില്ലയിൽ എത്ര പേർ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, എത്ര പേർ ഇനി പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള മലപ്പുറം ജില്ലയുടെ കണക്ക് മാത്രമാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുറത്തുവിട്ടുള്ളത്. ഇത് കേവലം മലപ്പുറം ജില്ലയിലെ വിഷയം മാത്രമല്ല. ഞങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിലെ മലബാർ മേഖലയിലെ കോഴിക്കോടടക്കം, പാലക്കാടടക്കം, വയനാടടക്കമുള്ള, കാസർഗോഡ് അടക്കമുള്ള മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ 10+ കിട്ടിയവർ വരെ സീറ്റ് ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജില്ല മലപ്പുറം ആയതുകൊണ്ടാണ് ആ മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് നമ്മൾ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നിങ്ങളിതിനെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഈ വിഷയത്തെ ചെറുതാക്കി കാണാൻ വേണ്ടി ഇവിടുത്തെ SFI തയ്യാറാകരുത്. ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സമര വിജയമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി ഒരു ഭരണവിലാസം സംഘടനയായി അധപ്പതിച്ചിരുന്ന SFIയെ ഇന്നൊരു വിദ്യാർത്ഥി വിഷയത്തിലേക്ക് സർക്കാരിനെതിരെ ശബ്ദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടുവരുവാൻ ഈ KSU അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകളുടെ സമരം നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അതുകൂടെ ഞങ്ങളുടെ ഒരു സമര വിജയമാക്കി ഞങ്ങൾ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ അഫ്സൽ തന്നെ മലപ്പുറം ജില്ലയിൽ നടന്ന DD ഓഫീസ് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കളക്ടറേറ്റ് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ കേരളത്തിൽ ഒരു തരത്തിലും സ്കൂളുകളിൽ +1 സീറ്റിന്റെ പ്രശ്നം നിലനിൽക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ വകുപ്പിന്റെ മന്ത്രിമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ശക്തമായ സമരത്തിലേക്ക് കടന്നപ്പോൾ SFI പ്രതിരോധത്തിലാകുകയായിരുന്നു. ഒരു തരത്തിലും സമരം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും സമൂഹത്തിന്റെ ഇടയിൽ നിന്നും SFI പാടെ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് SFI സമരവുമായിട്ട് കടന്നു വന്നത്. ഇവര് UDFന്റെ കാലത്തെ സമരത്തെ പറ്റിയൊക്കെ പറയുന്നത് 2012, 2013, 2014, 2015 ഒക്കെ ഈ വിഷയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2012 മുതൽ ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ 2024 കഴിഞ്ഞ 7 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിട്ടും നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സർക്കാർ കേരളത്തിൽ ഏറ്റവും തികഞ്ഞ പരാജയമാണെന്ന് ഇവിടെ അഫ്സൽ തുറന്നു കാട്ടുവാൻ തയ്യാറുണ്ടോ? നിങ്ങൾ സമ്മതിക്കുവാൻ തയ്യാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഇവിടെ സർക്കാരിനെതിരെ പറഞ്ഞിരുന്ന ഇവിടെ അഫ്സൽ ഇന്ന് വന്നിരുന്നുകൊണ്ട് സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളെ എടുത്തുപിടിച്ചുകൊണ്ട് ഇവിടെ സർക്കാർ പ്രതിനിധിയായി വാദിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും ലജ്ജയും ഉണ്ടെങ്കിൽ അഫ്സൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ പറയാനുള്ള ആർജവം കാണിക്കണം. മുൻ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ മുമ്പിൽ നിങ്ങളെ അവഹേളിച്ചില്ലേ, നിങ്ങളെ അപമാനിച്ചില്ലേ? ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയെ ഒരു വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആ ഒരു വിദ്യാർത്ഥി സംഘടനയെ വളരെ പുച്ഛത്തോടുകൂടി അപഹസിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉള്ളത്. നിങ്ങൾ ഫ്രീസറിലായിരുന്നു എന്ന് ഞങ്ങളല്ല, MSFO KSU അല്ല ഇവിടെ ആരോപിച്ചത്, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി തന്നെയായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ 7 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്ന ഏത് വിദ്യാർത്ഥി വിഷയങ്ങളാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്? റീസെന്റ് ആയിട്ടുള്ള എത്ര വിദ്യാർത്ഥി വിഷയങ്ങൾ കേരളത്തിലുണ്ട്? ഈ ഗ്രാന്റ്, സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് വിഷയങ്ങളിൽ SFIയുടെ നിലപാട് എന്താണ്? ഇവിടെ ശനിയാഴ്ച പ്രവൃത്തി ദിവസം വായിക്കുക വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ നിലപാട് എന്താണ്? ഇവിടെ കൺസെഷൻ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ കൺസെഷൻ ഓൺലൈൻ ആക്കിയിട്ടും സ്കൂളുകൾ തുറന്ന് 2-3 ആഴ്ച പിന്നിട്ടിട്ടും ഇന്നും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിച്ചു കൊടുക്കുന്നില്ല. SFIയുടെ നിലപാട് എന്താണ്? കൺസെഷൻ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ പണം മാനദണ്ഡമാക്കിക്കൊണ്ട് കേരളത്തിൽ കൺസെഷനെ വേർതിരിച്ചു. എന്താണ് SFIയുടെ നിലപാട്? നിങ്ങൾ എങ്ങും മിണ്ടാതെ നിങ്ങൾ പഞ്ചപുച്ഛമടക്കി ഇവിടെ ഫ്രട്ടേണിറ്റിയും MSFും പറഞ്ഞതുപോലെ ഫ്രീസറിൽ, AKG സെന്ററിന്റെ ഫ്രീസറിലോ ലോക
ലോക്കറിലോ ഒളിച്ചിരുന്ന SFI, KSUവിന്റെയും MSFന്റെയും അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമര പോരാട്ടങ്ങളുടെ ആ തീച്ചുളയിൽ അകത്തു നിന്നും പുറത്തു ചാടിയതാണ്. നിങ്ങൾ കൂടുതൽ ന്യായീകരണങ്ങളിലേക്ക് വരണ്ട. നിങ്ങളുടെ സമരം ന്യായമാണെങ്കിൽ, നിങ്ങളുടെ ആവശ്യം ന്യായമാണെങ്കിൽ നിങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുക. ഇവിടെ മലപ്പുറത്തെ വിഷയത്തിലേക്ക് ചുരുക്കുമ്പോഴും അജിംസ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരു വിദ്യാർത്ഥികളും അഡ്മിഷൻ കിട്ടാതെ ഇരിക്കുകയില്ല എന്ന് മന്ത്രി പറഞ്ഞ ഒരു വാദത്തിലാണ് നമ്മൾ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ഈ വാദത്തിന് വിപരീതമായ പ്രവർത്തനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ മന്ത്രിയെ കൊണ്ട് ഇന്നലകളിൽ വരെ ഒരു തരത്തിലുള്ള സീറ്റ് പ്രതിസന്ധിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് സമ്മതിച്ച് KSUവിന് അടക്കമുള്ള സംഘടനകൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂർത്തിയാകുന്നവരെ സമരം ഏറ്റെടുക്കുവാനും KSUവിന് ശരി. ഷെഫ്രീൻ, എൻ്റെ ഒരു സംശയമാണ്. നിങ്ങളിപ്പോൾ ഈ +1 പ്രവേശന സമയത്ത് ഭയങ്കര കോലാഹലമായിരിക്കും, പ്രതിപക്ഷ സംഘടനകൾ ഭയങ്കര സമരം ചെയ്യും. ഇത് കഴിഞ്ഞ് ഈ സ്കോൾ കേരളയിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നൊരു കണക്ക് നിങ്ങൾ എടുക്കുന്നുണ്ടോ? അതായത് എത്ര പേർ പുറത്തു പോകുന്നു എന്ന കണക്ക് വെച്ചൊരു തുടർ സമരമല്ലേ വേണ്ടത്? ഇപ്പോൾ +1 പ്രവേശന സമയത്ത് വലിയ കോലാഹലം ഉണ്ടാവും, പിന്നെ അത് മറന്നു പോകും, പിന്നെ അടുത്ത വർഷം ജൂൺ മാസത്തിലാണ് അടുത്ത സമരം വരിക. ഇതല്ലേ ശരിക്കും പ്രശ്നം? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പിന്നെ SFI ഒക്കെ പറഞ്ഞ പോലെ മന്ത്രിയുടെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം സമരം പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയല്ല ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. ഞങ്ങളിവിടെ SSLC റിസൾട്ട് പ്രസിദ്ധീകരിച്ച അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയിരുന്നു. കഴിഞ്ഞ തവണത്തെ റിസൾട്ടിന് ശേഷം, കഴിഞ്ഞ തവണത്തെ അഡ്മിഷന് ശേഷം ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ ഡാറ്റകൾ വെച്ചുകൊണ്ട് സർക്കാരിന് നിരവധിയായിട്ടുള്ള ഈ വർഷം ഇതുപോലൊരു പ്രശ്നമുണ്ടാവും, അതുകൊണ്ട് നേരത്തെ തന്നെ സർക്കാർ ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളതിൽ സർക്കാരിന് നിവേദനം നൽകുകയും വലിയ സമരങ്ങൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മെമ്മോറിയൽ എന്ന പേരിൽ പ്രത്യേകമായി കേരളത്തിലെ ഈഴ മെമ്മോറിയലിനും മലയാളി മെമ്മോറിയലൊക്കെ സ്മരിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള ഏറ്റവും കൂടുതൽ രൂക്ഷമുള്ള ജില്ല വലിയ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയൊരു സ്വഭാവത്തിൽ ഇതിൻ്റെ സമഗ്ര മേഖലകളെ സ്പർശിക്കുന്ന സ്വഭാവത്തിൽ കൃത്യമായ ഡാറ്റകൾ വെച്ചുകൊണ്ടുള്ള ഒരു സമര ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഈ മീഡിയ വൺ ഞങ്ങൾ പ്രത്യേകം അതിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സമരത്തെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്തതും പിന്നെ ഇപ്പോഴാണ് എല്ലാ ചാനലുകളും ഇതിനകത്തേക്ക് വരുന്നത് ഈ സമരം വലിയ രൂക്ഷത്തിന് ശേഷമാണ്. പക്ഷേ മീഡിയ വൺ ചാനൽ ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ഉയർത്തിപ്പിടിച്ചൊരു ചാനൽ കൂടിയാണ്. അത് ഞങ്ങൾ പ്രത്യേക വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ മെയ് 10 റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഈ സമരരംഗത്തുണ്ട്. ഞങ്ങളിപ്പോഴും പറയുന്നു, ഇന്നത്തെ മന്ത്രിയുടെ ചർച്ച തുടർന്ന് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ ചർച്ച പോലും പ്രഹസനമാണെന്ന് ഇപ്പോൾ നേരത്തെ ഇവിടെ അഫ്സൽ പറഞ്ഞല്ലോ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ചർച്ചയ്ക്ക് വന്നില്ല എന്ന്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ച എന്ന് പറയുന്നത് എതിർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുള്ളവരൊക്കെ ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് ക്ഷണമുണ്ടായിട്ട് ഞങ്ങളിത് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തതാണ്. പക്ഷേ ചർച്ച തുടങ്ങുന്നതിന് മുമ്പാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രിയുടെ സെക്രട്ടറി വിളിച്ച് പറയുന്നത് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള സംഘടനകൾ മാത്രമേ ചർച്ചയിൽ പങ്കെടുപ്പിക്കുന്നു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ വിഷയത്തിൽ ജൂൺ 10 മുതൽ മെയ് 10 മുതൽ കൃത്യമായ സമരംഗത്തുള്ള ഒരു മൂവ്മെന്റാണ്. ഇതിൽ ഏറ്റവും സജീവമായ സമരംഗത്തുള്ള മൂവ്മെന്റാണ്. ഏറ്റവും അധികം ഒരുപാട് പ്രവർത്തകർ ഇതിൽ വർധനമേറ്റിട്ടുണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് എങ്ങനെയാണ് സഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവുക? അത് ഞങ്ങൾക്കറിയില്ല ആ ലോജിക്ക്. നിയമസഭയിൽ അപ്പോൾ SFI CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയെല്ലാം അവകാശപ്പെടുന്ന SFI ഒക്കെ അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര കോമഡി. അത് പറഞ്ഞാൽ ഈ ചർച്ച എന്ന് പറയുന്ന പോലും ഒരു പ്രഹസനമാക്കി മാറ്റുന്ന സർക്കാർ. ഈ സമരരംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു സംഘടനയെ ആ ചർച്ചയുടെ അവസാന മണിക്കൂറുകൾക്ക് മുമ്പ് ചർച്ചയെന്ന് ബോധപൂർവ്വം ഒഴിവാക്കുകയാണ്. ഇത് ആരെ ഭയന്നിട്ടാണ്? കാരണം ആ ചർച്ചയിൽ കൃത്യമായ കണക്കുകൾ വെച്ച് ഞങ്ങൾ സംസാരിക്കുമെന്ന് പേടിച്ചിട്ട് SFIയും CPM നടത്തിയ ഒത്തുകളിയാണെന്നൂടെ ഒരു വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രഹസനമാണ് ഈ ചർച്ച എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അത്തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും ഇനിയൊരു 2 അംഗ പഠന സമിതി അവർ നിശ്ചയിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത്ര 15,000-ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട്, മറ്റ് ജില്ലകളിൽ കുട്ടികളുണ്ട്. 400-ഓളം അധിക ബാച്ചുകൾ ഇവിടെ അനുവദിക്കേണ്ടത് അനിവാര്യമാണ്. തെക്കൻ ജില്ലകളിൽ നിന്ന് 129-ഓളം ബാച്ചിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പിന്നെ അനിവാര്യമായ സംഗതിയാണ്. മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി ഇല്ലാത്ത 20-ഓളം ഹൈസ്കൂളുകൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലെ തന്നെ താൽക്കാലിക ബാച്ച് എന്ന് പറയുന്ന മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്ന സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് അതിന് സ്ഥിര ബാച്ചായിട്ട് സ്ഥിരപ്പെടുത്തണം. കാരണം കഴിഞ്ഞ വർഷം അനുവദിച്ച ബാച്ചുകളൊന്നും ലാബോ ലൈബ്രറി ഒരു സംവിധാനങ്ങളുമില്ല. ഇങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ വർഷവും ഇതാണ് സർക്കാരിൻ്റെ സമയം. ഞാൻ നേരത്തെ പറഞ്ഞു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടപ്പിലാക്കി. ഇനി അഡ്മിഷൻ കിട്ടില്ല എന്നൊരു ബോധം കുട്ടികൾക്ക് കൊടുത്ത് 10,000-കണക്കിന് കുട്ടികൾ വീണ്ടും അപ്ലൈ ചെയ്യാതിരിക്കുകയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പിന്നെ സപ്ലിമെൻ്ററിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന 15,000-ഓളം കുട്ടികളിൽ കുറച്ച് ആളുകൾക്ക് സീറ്റ് കൊടുത്തിട്ട് ഈ പ്രശ്നത്തെ തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പിന്നെ സത്യസന്ധപരമല്ല, പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടല്ല സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കേവലമായ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതിനൊരു തുടർ സമരങ്ങളോ തുടർ വിശകലനങ്ങളോ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. വളരെ നന്ദി ശ്രീ അഫ്സൽ, ശ്രീ യദുകൃഷ്ണൻ, ശ്രീ ഷെഫ്രീൻ, ശ്രീ അഡ്വക്കേറ്റ് സജൽ.